ചിങ്ങം രാശിയിലോ ലഗ്നത്തിലോ പിറന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം നല്ല ഫലം നൽകും. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ് 48 ദിനങ്ങൾ. ഈ 48 ദിനങ്ങളിൽ രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ ഇനി പറയുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ നക്ഷത്രങ്ങളും ലഗ്നവും രാശിയും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം മോശ ഫലങ്ങളാണ് നൽകിയിരുന്നത് എങ്കിൽ ഇനി ഈ പറയുന്ന 48 ദിനം നല്ലൊരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. വളരെ അധികം നല്ല ഫലമുണ്ടാകും. കാരണം ഈ ചിങ്ങം രാശി എന്ന് പറയുന്നത് തന്നെ അതിലുള്ള വ്യക്തികളുടേതായ പൂര നക്ഷത്രത്തിൻ്റെതായ കണക്കൊക്കെ എടുക്കുമ്പോൾ മനുഷ്യ ഗണത്തിലാണ് വരുന്നത്. അപ്പോൾ മാനുഷികമായ ചിന്താഗതികളൊക്കെയും അവർക്ക് എപ്പോഴും ഉണ്ടാവും. എല്ലാവരെയും ഒരു മനുഷ്യനായി തന്നെ കണ്ട് അവരിലൂടെ നല്ല ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ആയിരിക്കും. സ്വന്തം ജാതകത്തിനുള്ളിൽ രാശികൾ എവിടെ സ്ഥിതി ചെയ്താലും ശരി, രാശികൾക്കുള്ളിൽ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ എവിടെ സ്ഥിതി ചെയ്തിരുന്നാലും ശരി, അതിൻ്റേതായ നല്ല ഫലം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കും. അത് കുറേ കാലമായിട്ട് വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം നടന്നിട്ട് പ്രശ്നം, ജോലിയില്ല, ജോലി ഉണ്ടെങ്കിൽ പ്രശ്നം, വീട് കുടുംബപരമായിട്ടുള്ള രീതിക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്ത് പ്രശ്നങ്ങളും ഏതൊരു വഴിക്കുള്ള കാര്യങ്ങളുമായിക്കോട്ടെ, ചിന്തകൾ ഒരു സ്ഥലത്ത് ശരിയായ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല, എങ്ങനെയും എന്തുമായിക്കോട്ടെ അതിന് എല്ലാം പരിപൂർണമായിട്ടുള്ള ഒരു ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് പറയുവാനായിട്ടുള്ളത്, ആദ്യം നിങ്ങൾ ചെയ്യുക നിങ്ങളുടേതായ ബേസ് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ശരിയായ തീർപ്പ് കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമമാണ് നടത്തേണ്ടത്. അതായത് നമ്മളൊരു വീട് ഒക്കെ പണി ചെയ്യുകയാണെങ്കിൽ ബേസ്മെൻറ്റ് കെട്ടിയതിന് ശേഷമാണ് വീട് പണി ചെയ്യുക. ബേസ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല, അതിന് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു സാഹചര്യവും. അപ്പോൾ ഇവിടെ നിങ്ങളുടേതായ ഒരു ബേസാണ് ആദ്യം ശരിയാക്കി എടുക്കേണ്ടത്. ഒരു അടിസ്ഥാനം, ഏതൊരു പ്രശ്നത്തിനും ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം കാണും. അപ്പോൾ അതിന് മുകളിൽ മറ്റുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്ന് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്ത് ആണ് എന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു തിരിച്ചറിവുണ്ടാവും. അപ്പോൾ ആ ഒരു അടിസ്ഥാനപരമായ വിഷയത്തെയാണ് ആദ്യം നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഈ ജാതകമൊക്കെ കൊണ്ട് പരിശോധിച്ചിട്ടൊക്കെ ഉണ്ടാവും. പല രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തി, പ്രാർത്ഥനകളും പൂജകളുമൊക്കെ നടത്തി അതിൻ്റേതായ രീതിയിലൊക്കെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ തന്നെയാവും. എന്നാൽ ഇതിൽ എത്ര പേർക്കായിരിക്കും ഇതിൻ്റേതായ ശരിയായ ഫലം ലഭിച്ചിട്ടുണ്ടാവുക? ഒരു 90% പേർക്കും ശരിയായ ഫലങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടാകില്ല. ഇവിടെ ചില കാര്യങ്ങളൊക്കെ പുറത്തു പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു കരുതൽ വയ്ക്കണം. അതായത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരോടും തന്നെ വെളിപ്പെടുത്തുവാൻ പാടുള്ളതല്ല. കാരണം നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സമ്പാദ്യം അതിനെക്കുറിച്ച് പുറത്ത് പറയരുത്. വരുമാനം അതിനെക്കുറിച്ച് പുറത്ത് പറയരുത്. നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്നു, എത്ര സമ്പാദ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരോടും ഷെയർ ചെയ്യുവാൻ പാടുള്ളതല്ല. അടുത്തതായിട്ട് നിങ്ങളുടേതായ പൂർവ്വകാലം, അതായത് നിങ്ങൾ ജീവിച്ച് വന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒന്നും തന്നെ ആരോടും ഷെയർ ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം അതിലെ നന്മയും തിന്മയും തിരിച്ചറിയാത്ത ചിലർ നിങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ പോലും അറിയാതെയാണ് നിങ്ങൾക്ക് നേരെ ആ ഒരു പ്രവർത്തനങ്ങൾ വരുന്നത്. നിങ്ങളുടെ നാവിൽ നിന്നും വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്നു. അതുകൊണ്ട് തന്നെ പൂർവ്വകാലത്തെക്കുറിച്ച് ആരോടും പറയുവാൻ പാടുള്ളതല്ല. അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്ന കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കാര്യം തുടങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലൊക്കെയാണ് എന്ന കാര്യം ആരോടും തന്നെ പറയരുത്. കാരണം ഭാവിയിൽ നിങ്ങൾ കരുതി വച്ച, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടേതായ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കരുതി വയ്ക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു പറയുന്നതിലൂടെ അവിടെ പരിപൂർണമായ തടസ്സം നിങ്ങൾക്കുണ്ടാക്കി തരും. ഈ പറഞ്ഞ 3 കാര്യങ്ങളും മനസ്സിനുള്ളിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു കാരണവശാലും പുറമെ ഒരാളോടും നിങ്ങൾ പറയുവാൻ പാടില്ല. ഇതുവരെ നടന്ന കാര്യങ്ങൾ പോട്ട് ഇനിയുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് പ്രവർത്തിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങൾക്ക് പരിപൂർണമായ വിജയത്തെ നൽകും. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ 100% നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾ അതിന് ഒരു കരുതലെടുക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വെറുതെ പരീക്ഷിക്കാൻ ആണ് എങ്കിലും ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഇന്ന് പറഞ്ഞു നോക്കുക ആരോടെങ്കിലും.
തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റേതായ ഫലം മനസ്സിലാകും. ഇനി വരുന്ന 48 ദിനങ്ങൾ, അതായത് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ഈ ഒരു നിമിഷം മുതൽക്ക് ഇന്നേ ദിവസം മുതൽക്ക് 48 ദിനങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. കൃത്യമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയായിട്ട് തിരിച്ചറിയും. തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ നക്ഷത്രക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരൊക്കെ ചിങ്ങം രാശിയിലുള്ള, അപ്പോൾ ഇവരുടേതായ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഓരോ നക്ഷത്രക്കാരും സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടേതായ പരാജയവും. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം മറ്റുള്ളവരും കൂടി അതേപോലെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അവരെ കൊണ്ട് അത് കഴിയാത്തതിനാൽ നിങ്ങൾ അവിടെ പ്രതികരണ ശേഷിയോടുകൂടി തന്നെ അവിടെ പ്രതികരിക്കുകയും ചെയ്യും. അവർ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യവും പിന്നീട് ഒറ്റയ്ക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യവും അവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ആരുമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരാളുമായിട്ട് പരിചയപ്പെട്ടാൽ പോലും നിങ്ങളുടേതായ രഹസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്യുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റണം. അതൊക്കെ തനിക്ക് താൻ തന്നെ കുഴിതോണ്ടുന്നതിനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായ രീതിയിൽ മുന്നിലേക്ക് പോകുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ദിവസം തോറും സൂര്യ നമസ്കാരം ചെയ്യുക. അത് വളരെയധികം നല്ല ഫലത്തെ നൽകും. കാരണം ചിങ്ങം രാശിക്ക് ആധിപത്യമുള്ളത് സൂര്യഭഗവാനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരം നിങ്ങൾ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ചിങ്ങം രാശിക്കാരൊക്കെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് തന്നെ വളരെ അധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ജാതകത്തിൽ ഗ്രഹങ്ങൾ ഏതൊരു അവസ്ഥയിൽ നിന്നാലും സൂര്യഭഗവാനെ ദിനംതോറും രാവിലെ വണങ്ങി പ്രാർത്ഥിക്കുന്നത് വളരെയധികം മികച്ച ഫലങ്ങളാണ് നൽകുന്നത്. കാരണം ഏതൊരു സാഹചര്യത്തിലും ആ ഒരു പ്രസൻസ് വലിയ തോതിലുള്ള ആത്മവിശ്വാസത്തെ നിങ്ങൾക്ക് നൽകും. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു വാക്കാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം അത്യാവശ്യമായി തന്നെ വേണ്ടി വരും. അതുകൊണ്ട് മറ്റൊരാളുടേതായ ചുമതലയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചു പോയാൽ അത് പിന്നീട് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഇടപെടൽ ഇല്ലാതെ അത് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളോടൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അറിയില്ലേ, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തന്നെയുണ്ട്. ഈ പറയുന്ന സമയങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടേതായ വേഗത്തിനനുസരിച്ച് മറ്റൊരാൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമുള്ള ആ ഒരു വേഗം, പ്രവർത്തന മികവ് മറ്റൊരാൾക്ക് നൽകുവാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു സാന്ത്വനത്തിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഇടപെട്ട് മുന്നിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒപ്പമുള്ളവരുടേതായ സപ്പോർട്ട് ലഭിക്കുക. ഇത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം വിവാഹം കഴിഞ്ഞവർക്കുള്ള കാര്യങ്ങളാണ്. കാരണം എന്തെന്നാൽ, ഇവിടെ ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ഓപ്പോസിറ്റ് സൈഡിൽ വിവാഹം കഴിക്കുന്ന വ്യക്തികളുടേതായ രാശികളും ചിന്തകളുമൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇവിടെ ചിങ്ങം രാശിയിൽ പിറന്നവർ അനുസരിച്ച് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു കുടുംബകാര്യത്തിൽ ദേഷ്യം എന്ന ഒരു കാര്യം പരിപൂർണമായിട്ട് തന്നെ ഒഴിവാക്കണം. പൂർണ്ണമായ വിജയം, ദാമ്പത്യപരമായ വിജയത്തിലേക്ക് നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി വേണം പോകുവാനായിട്ട്. ഈ രാശിയുടേതായ ഒരു സിംഹം ഗർജിക്കുന്നത് പോലുള്ള ആ ഒരു പ്രവർത്തനം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി പോകും. പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശിഥിലമായി പോകും ജീവിതം. ചിങ്ങം രാശിയിലെ ഒരു 70% പേരുടെ ഇടയിലും തന്നെ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളാണ്. കുടുംബപരമായ രീതിയിൽ കുറേ കാലം നല്ല രീതിയിൽ പോയാലും പിന്നീട് വാക്ക് തർക്കങ്ങളും ഉരസലുകളുമൊക്കെ ഉണ്ടായി ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാം, പിണങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. കോടതി കേസ് വഴക്കുകളിലൊക്കെ തന്നെ ദാമ്പത്യ ബന്ധം കൊണ്ട് ചെന്നെത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും സൃഷ്ടിക്കും. ഇത് ആണായാലും പെണ്ണായാലും ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കുറച്ചു പേർക്ക് മാത്രമാണ്, അതായത് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് ഒരല്പമെങ്കിലും മുന്നേറ്റം ലഭിക്കുക. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും നിങ്ങളുടേതായ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, ഇതിങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ യാഥാർത്ഥ്യ ബോധത്തിനാണ് വില നൽകേണ്ടത്. കാരണം
പ്രത്യേകത ഇപ്പം മന്ത്രം, തന്ത്രം, യന്ത്രം ഇതൊന്നും തന്നെ ഒരു വ്യക്തിയുടെ ലൈഫുകളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. അത് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നൽകുമെങ്കിലും അത് പ്രവർത്തനരഹിതമായിരിക്കും എന്നുള്ളതാണ് സത്യം. അതിനാൽ ഈ 4 കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധാപൂർവം നിങ്ങൾ അനുസരിച്ച് മുന്നിലേക്ക് പോകണം. ഒരു 48 ദിനം നിങ്ങൾ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു സമയം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഒരല്പം ധ്യാന നിരതമായ മനസ്സോടുകൂടി ഇരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെ മാത്രം മനസ്സിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞു പോയ സമയം, ആ സമയത്തെ നല്ല വിഷയങ്ങൾ, ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷകരമായ ജീവിതത്തെ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നല്ല രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്യുക. ഇതിനിടയ്ക്കുണ്ടായ ഉരസലുകളൊന്നും തന്നെ അവിടെ കൊണ്ടുവരും. നല്ല ചിന്താഗതികളിലൂടെ ആ നല്ല പോസിറ്റീവ് ചിന്താഗതി ഉയർന്ന നിലയിൽ കുടുംബജീവിതത്തെ നയിച്ചു പോകാൻ സഹായിക്കും. തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറി മറ്റുള്ള ആൾക്കാരോടൊക്കെ ഇടപഴകി നല്ല രീതിയിൽ ഇടപെട്ടിരുന്നത്, അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കാവൂ. അതിൻ്റെ നെഗറ്റിവിറ്റി എടുക്കരുത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാലങ്ങളിലൊക്കെ നല്ല ചിന്താഗതികളോട് ആണല്ലോ ഇരുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്ന് പിന്നീട് നിങ്ങൾക്കത് തോന്നും. ഇതിൻ്റേതായ ഈ മെഡിറ്റേഷൻ്റെ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വന്ന് തുടങ്ങും. അപ്പോൾ തിരുത്തലുകൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ഇത് ഏത് ഒരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഒരു സമയം തിരഞ്ഞെടുക്കുക. നല്ലതിനെ മാത്രം ഫോക്കസ് ചെയ്ത് 48 ദിനങ്ങൾ. നാളെ ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട് വച്ച് കഴിഞ്ഞ് അതിനകത്ത് പാലൊക്കെ കാച്ചി താമസമായതിനായിട്ട് തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ചിന്തിക്കുക മനസ്സിനുള്ളിലേക്ക്. കുട്ടികളുടെ വിവാഹം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തടസ്സപ്പെട്ടിരിക്കുകയാണ്, അത് വിവാഹം നടന്നു, അദ്ദേഹത്തിനെ വിവാഹം കഴിച്ചു മറ്റ് രണ്ടാമത്തെ വീട്ടിലേക്ക് പോയി എന്ന രീതിയിൽ നമ്മൾ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായിട്ടും ഈ പോസിറ്റിവിറ്റി ഈ 48 ദിവസം ഇത് ഏത് ഒരു കാര്യവുമായിക്കോട്ടെ, നിങ്ങൾ എടുക്കുന്ന കാര്യത്തിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം തിങ്ക് ചെയ്യുക. ഭർത്താവിനോട് എപ്പോഴും കലഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ അദ്ദേഹം ആദ്യം നൽകിയിരുന്ന നല്ല കാലത്തെ ചിന്തിക്കുക. അവിടെ വീണ്ടും നല്ലൊരു കാലം നിങ്ങൾക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. കുട്ടികളുടെ പഠനം, അവർക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ ഒരു ജോലിയിൽ കയറിയതായിട്ട് നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ടൈമിൽ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇത് ഒരു 10 മിനിറ്റ് സമയം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും. ഒരു 48 ദിവസം പരിപൂർണമായി നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടക്കുവാനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടായാൽ 48 ദിനത്തിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞ ഈ നന്മകളൊക്കെയും ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ശുഭം.